ഇന്നിപ്പോൾ കണ്ണനെ പഠിപ്പിക്കാനിരുത്തി നല്ല രീതിക്കൊരു യുദ്ധം കഴിഞ്ഞ ശേഷമാണ് വൈകിട്ട് അടുക്കളയിലോട്ട് വന്നത്. നാളെ ഹിന്ദി ആയതുകൊണ്ട് തന്നെ കണ്ണനും മടിയായിരുന്നു. ഞാനും ഇത്തിരി ടെററായി. അങ്ങനെ ഞങ്ങൾ നല്ല രീതിക്ക് തല്ലി പിടിച്ചായിരുന്നു ഈ പഠിത്തം കഴിഞ്ഞത്. വന്നോണ്ട് തന്നെ അവന് കഴിക്കാനുള്ള പഴമാണ് കേട്ടോ ആദ്യം വെച്ചത്. പഴം നെയ്യിലും വാട്ടാൻ വെച്ചു, ചായ തിളപ്പിക്കാൻ വെച്ചു, ഉച്ചക്കത്തേക്കുള്ള കറികളെല്ലാം ചൂടാക്കാനും വെച്ചു. അപ്പം ഇന്ന് ഇത്ര ഉള്ളു പണി. അങ്ങനത്തെ ആ ചായ വെച്ചൊപ്പം തന്നെ ഞാൻ പഞ്ചസാരയും ചായപ്പൊടിയും ഇടും. കാരണം പൊതുവേ എൻ്റെ ചായക്ക് കടുപ്പില്ല എന്ന് നല്ല പരാതിയാണ്. അപ്പം ഞാൻ അത് നേരത്തെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കടുപ്പം കുറച്ചും കൂടിയും കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ അവൽ നനയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ അമ്മ സ്കൂളിൽ നിന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ടായി. ഞാൻ പായസം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്കും അമ്മയുടെ സ്കൂളിൽ പായസം വെക്കും. അങ്ങനെ പായസം കൂടെ കിട്ടാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കണ്ണൻ ക്ലേയും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ണനെ പിടിച്ചുകൊണ്ട് വന്ന് കൈ ഞാൻ തന്നെ കഴിപ്പിച്ചു. അവനെ കൊണ്ട് കഴിപ്പിച്ച വെറുതെ നനച്ചിട്ട് പോകുള്ളൂ. അതും കഴിഞ്ഞ് അവനും കഴിക്കാനുള്ള പഴവും കൊടുത്ത് ഞാനും ചായ കുടിച്ചു. ഡോക്ടർ ഇപ്പം നടക്കാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ വൈകിട്ട് ഞങ്ങൾ നടക്കാനിറങ്ങി. ഞാൻ നടക്കാനിറങ്ങിയപ്പോൾ അവൻ എൻ്റെ ഒപ്പം സൈക്കിൾ ചവിട്ടാനിറങ്ങി. ഈ സമയത്താണ് കണ്ണൻ സൈക്കിൾ ചവിട്ടുന്നത്. വെയിലാറിയിട്ട് നല്ല രസമായി ഈ സമയത്ത് ഇതിൽ കൂടി നടക്കാൻ. അവിടെ ആകാശത്തേക്ക് കൂടി പോകുന്ന കാക്കയും എയറോപ്ലെയിനൊക്കെ നോക്കി ഓടിച്ച് അവിടെ നിന്ന് മറിഞ്ഞടിച്ച് വീണായിരുന്നു. പിന്നെ ഞാൻ അതിനെ പറക്കി എടുത്തതാണ്. അത് കഴിഞ്ഞ് ആ കനയിൽ പോകുന്നൊക്കെ എനിക്ക് പേടിയുണ്ടായി, പക്ഷെ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം സൈക്കിളായിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മതിയായി. ഞങ്ങൾ പിന്നെ അകത്തോട്ട് കയറാമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് തന്നെ കയറ്റും, ചവിട്ടി കയറ്റിക്കൊള്ളാമെന്നാണ് അവനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനെക്കൊണ്ട് പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ ആ സൈക്കിൾ അവനെ എടുത്ത് വെച്ചിട്ട് നേരെ ഞാൻ ഋതുവിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞൊരു ഒറ്റ പൊക്കോയി. അവൻ്റെ പുറകെ ഞാൻ ചെന്നപ്പോൾ ഋതു അവിടെ സവാളയൊക്കെ നന്നാക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഋതുവും കണ്ണനും കൂടി കുറേ നേരം അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അവിടെ ഇരുന്ന് ഹരിയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു സന്ധ്യയൊക്കെ ആയിട്ടാണ് കണ്ണനെ വിളിച്ചിട്ട് കണ്ണൻ ഋതുവായിട്ട് നല്ല കളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ നനയ്ക്കായിരുന്നു. പിന്നെ കണ്ണൻ ആ നനക്കണതിൻ്റെ ഇടയിൽ കയറാൻ തുടങ്ങി. അമ്മ നനക്കണത് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി, എൻ്റെ ഇടയിൽ ചെന്ന് കയറും. പിന്നെ ഒരു കണക്കിന് വീട്ടിലോട്ടൊക്കെ വലിച്ച് കയറ്റി. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.